നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ ഒരു വക കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മോഡേൺ മെർക്ക് mRNA ക്യാൻസർ വാക്സിനാണത്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ക്യാൻസർ ചികിത്സാ മേഖലയിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരായിട്ടുള്ള മൊഡേണയും മെർക്കിൻ്റെയും വ്യക്തിഗതമാക്കിയ mRNA ക്യാൻസർ വാക്സിൻ അവസാന ഘട്ട പരീക്ഷണത്തിൽ പ്രോത്സാഹനജനകമായിട്ടുള്ള ഫലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. സ്കിൻ ക്യാൻസർ മെലനോമ ഉള്ള രോഗികളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ക്യാൻസർ തിരിച്ചു വരുന്നതും ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതും തടയുന്നതിൽ ഈ വാക്സിൻ ഗുണകരമായിട്ടുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പരമ്പരാഗത വാക്സിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാക്സിൻ അണുബാധയോ രോഗമോ തടയുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടില്ല. മറിച്ച് ഒരു രോഗിയുടെ സ്വന്തം ട്യൂമറിന്റെ DNA പ്രൊഫൈലിനെ അടിസ്ഥാനമുള്ളതാക്കിയാണ് ഈ വാക്സിൻ രൂപീകരിച്ചിരിക്കുന്ന. ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേക ജനിതക മ്യൂട്ടേഷനുകൾ വിശകലനം ചെയ്യപ്പെടുന്നു. മോഡേണയുടെ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓരോ രോഗിക്കും ഒരു വാക്സിൻ തയ്യാറാക്കുന്നു. രോഗികളുടെ ട്യൂമർ നിർദ്ദിഷ്ട മ്യൂട്ടേഷൻ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങൾ വളരുകയോ പടരുകയോ ചെയ്യുന്നതിന് മുമ്പ് അവയെ തിരിച്ചറിയാനും നശിപ്പിക്കാനും വാക്സിൻ രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഘട്ടം 3 ക്ലിനിക്കൽ പരീക്ഷണത്തിൽ ഉയർന്ന അപകട സാധ്യതയുള്ള 2B മുതൽ 4 വരെയുള്ള മെലനോമയുടെ 1137 രോഗികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മെർക്കിന്റെ ജനപ്രിയ ഇമ്മ്യൂണോതെറാപ്പി മരുന്നായ കീട്രൂഡയോടോ സംയോജിപ്പിച്ചാണ് രോഗികൾക്ക് ഈ വാക്സിൻ നൽകിയത്. ഈ കോമ്പിനേഷൻ ക്യാൻസർ ആവർത്തിക്കാനുള്ള സാധ്യത വിജയകരമായി കുറയ്ക്കുകയും വിദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുമെന്നുള്ള ഫലമാണ് കാണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.